അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു ദിവസം ഏറ്റവും നല്ല ഒരു ദിനമാക്കി അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മളൊക്കെയും ഒരു കുടുംബത്തിലെ അംഗമാണ്. അതിലപ്പുറം കുടുംബ നാഥനും നാഥയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച കുടുംബം എന്ന സംവിധാനത്തിന് അള്ളാഹു തന്നെ നിശ്ചയിച്ചതാണ് നമ്മളെ. വേറെ ആരും നമ്മെ തിരഞ്ഞെടുത്തതല്ല. അള്ളാഹുവിൻ്റെ ഒരു സ്ഥാപനത്തിന് അള്ളാഹു തന്നെ നമ്മെ അതിൻ്റെ ഹെഡാക്കിയിട്ട്, അതിനെ നയിക്കേണ്ടവരാക്കിയിട്ട് അള്ളാഹു തന്നെ നമ്മെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്ത ബോധം കുടുംബനാഥനും നാഥയുമായ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ സംവിധാനത്തെ നല്ല പോലെ തകരാതെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വിചാരം എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ കുടുംബത്തെക്കുറിച്ച് അതിൻ്റെ മുന്നോട്ട് പോക്കിന് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ അള്ളാഹിനോട് തന്നെയാണ് പറയേണ്ടത്. അള്ളാഹുവേ, ഈ കുടുംബത്തിലേക്ക് എനിക്ക് നല്ല ആളുകളെ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അഥവാ എൻ്റെ കുടുംബത്തിലേക്ക് നല്ല മക്കളെ നൽകണമേ. അതുപോലെ തന്നെ റബ്ബന ഹബ്ലനാ മിൻ ലദുൻ മിൻ അസ്വാജിനാ വ ദുർരിയാത്തിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന ഭാര്യയെയും മക്കളെയും നൽകണമേ, അവരിൽ നിന്ന് കൺകുളിർമ നൽകണമേ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കൂടെ അതിലുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എൻ്റെ കീഴിലുള്ള ആളുകളെ മുത്തഖീങ്ങളാക്കി മാറ്റി അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നാഥനായിട്ട്, ഒരു മാതൃകയായിട്ട് നീ എന്നെ മാറ്റുകയും ചെയ്യണമേ എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കാൻ പറയാം. അപ്പം അള്ളാഹുവിൻ്റെ സംവിധാനം, അള്ളാഹു നിശ്ചയിച്ച് തന്ന ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിക്കണമെന്ന ബോധം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അള്ളാഹിനോട് തന്നെ പറയണം. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലെ പരാതികളൊക്കെ അള്ളാഹിനോട് പറയുന്നതോടൊപ്പം പുറമെ പറയാതിരിക്കുകയും ചെയ്യണം. ചില ആളുകളുടെ നമ്മുടെ സംവിധാനത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചൊക്കെ വേറെ ആളുകളോട് പറയും. നോക്ക്, നമ്മളൊരു സ്ഥാപനം നടത്തുകയാണ് എന്ന് വിചാരിക്കും. ആ സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ വ്യക്തികൾക്കൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് പുറമേ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. എൻ്റെ ഭാര്യയ്ക്ക് കുറവുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്ക് കുറവുണ്ടെങ്കിൽ അത് പുറമേ ആളുകളോട് പറയുന്ന ചില സ്വഭാവമുണ്ട്. അത് നമ്മുടെ സംവിധാനത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സ്ഥാപനത്തെ അത് തകർത്ത് കളയും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അള്ളാഹിനോട് പറയാം. അതോടൊപ്പം തന്നെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മക്കളെ, ഭാര്യയെ മുത്തഖീങ്ങളാക്കുക എന്നുള്ള തർബിയത്ത് എന്നുള്ള ഉത്തരവാദിത്തം അത് യഥാർത്ഥത്തിൽ നമ്മളാണ് വഹിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇമാമാവുക എന്ന് പറയും. ഇമാം പറഞ്ഞാൽ മാതൃകയാവുക, അതുപോലെ തന്നെ നേതാവാകുക എന്നൊക്കെ അർത്ഥം. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ തലമുറയെക്കുറിച്ച് പറയുന്നത് അവർ കേൾക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ്. അതേസമയം കണ്ട് മനസ്സിലാക്കുന്നവരാണ്. നമ്മളെന്ത് ചെയ്യുന്നുവോ അതാണ് അവർ പ്രാവർത്തികമാക്കുക. എല്ലാ കാലത്തും അങ്ങനെ തന്നെ. പുതിയ കാലത്ത് അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. എല്ലാം വിഷ്വലിലൂടെ അല്ലെങ്കിൽ കണ്ട് പഠിക്കുന്ന
ഒരു സ്വഭാവമാണ്. പുതിയ ആളുകൾക്കൊക്കെയുള്ള, നമുക്കൊക്കെ അങ്ങനെ തന്നെ. ആളുകൾ എന്ത് പറയുന്നു, എങ്ങനെ ഉപദേശിക്കുന്നു എന്നതിലപ്പുറം ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള ആളുകൾ നമ്മെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറയുന്ന ഈ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു സംഗതിയും കൂടിയുണ്ട്. അഥവാ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മുത്തക്കീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയും. മുത്തക്കീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു യോഗ്യത നേടിയെടുക്കുക എന്നുകൂടെ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോ കാര്യവും പ്രാവർത്തികമാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് പോലും അമ്രുഹും ഷൂറാ ബൈനഹും എന്നൊരു പ്രയോഗം ഖുർആനിലുണ്ട്. എല്ലാ കാര്യവും അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടാണ്, ഷൂറ അല്ലെങ്കിൽ കൂടിയാലോചിച്ചു കൊണ്ടാണ് നടത്തുക. ഏത് കാര്യവും കുടുംബത്തിൽ നടക്കുന്ന സംഗതി പരസ്പരം കൂടിയാലോചിക്കുക. കുടുംബനാഥൻ എന്ന കുടുംബനാഥയോട് ആദ്യം കൂടിയാലോചിക്കുക, പിന്നെ മക്കളോട് കൂടിയാലോചിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായി മീറ്റിംഗ് വിളിക്കുക എന്നൊന്നുമല്ല, മറിച്ച് അങ്ങനെ സംവിധാനം കുടുംബത്തിൽ ഉണ്ടാവണം. ഒരു ദിവസം വീട്ടിലേക്കുള്ള ആളുകളാണെങ്കിൽ അവർ ഒരു ദിവസം ഒരിക്കലെങ്കിലും ആ തീന്മേശയുടെ ചുറ്റും കൂടിയിരുന്ന് അവരുടെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുക, ചോദിക്കണം എല്ലാവരോടും, ചെറിയ കുട്ടികളോടും അഭിപ്രായം ചോദിച്ചുകൊണ്ടായിരിക്കണം ആ കളറ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു സാധനം പുതിയതായി വീട്ടിലേക്ക് വാങ്ങുകയാണ്, അപ്പോഴും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കണം. അപ്പം നമുക്കറിയാം, മുമ്പൊക്കെയുള്ള ഭാര്യമാർ, വീട്ടിലെ ഉമ്മമാർ ഉപ്പമാരോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. മക്കളെക്കുറിച്ചൊക്കെ ഭയങ്കര പേടിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരു ഷൂറ എന്നുള്ളൊരു സംവിധാനം തന്നെ മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല. ഒരു പേടി എന്നുള്ള ഒരു ഇതിലായിരുന്നു കുടുംബനാഥനെ കണ്ടിരുന്നത്. ആ പേടിക്കപ്പുറം ബഹുമാനം, സ്നേഹം ഒക്കെ തുളുമ്പുന്ന ഷൂറയായിരിക്കണം. സ്നേഹവും ബഹുമാനവും തുളുമ്പുന്ന ഷൂറയായിരിക്കണം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകും. നമ്മെ പേടിക്കല്ല യഥാർത്ഥം മറ്റുള്ളവർ ചെയ്യേണ്ടത്, മറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മുടെ വ്യക്തിത്വം മാറിയെടുക്കണം. എങ്കിൽ എല്ലാം പറയാനും എല്ലാം ഷെയർ ചെയ്യാനും നമുക്ക് കുടുംബത്തിൽ സാധിക്കും. അതില്ലാത്തതിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിൽ പരസ്പരം എല്ലാം പങ്കുവെക്കാനും എല്ലാം ഷെയർ ചെയ്യാനും, ആ ഷെയർ ചെയ്യുന്നതിലൂടെ എൻജോയ് ചെയ്യാനും, നമ്മുടെ തീന്മേശകൾ നമ്മുടെ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ മക്കൾ പുറത്തൊന്നും പോവില്ല. പുറത്തേക്ക് പോയാലും അവന് വൈകുന്നേരമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത് അവന് വീട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് വരാനാണ് ആഗ്രഹിക്കുക. പുറമേ നിന്ന് വർത്തമാനം പറയാനോ പുറമേയുള്ള ആളുകളോട് സംസാരിക്കാനോ അവൻ അതിൻ്റെ ഒരു പരിധി വെക്കും. മറിച്ച് വീട്ടിലേക്ക് വരുന്നത് അവന് സന്തോഷം നൽകുന്നതാണെങ്കിൽ, അല്ല വീട്ടിലേക്ക് വന്ന ഉമ്മിപ്പിയും തല്ലൂടുന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പരസ്പരം, ഇപ്പോൾ നമുക്കറിയാം വീട്ടിലേക്ക് കയറി വരുന്ന കുടുംബനാഥന് ചിലപ്പോൾ ഫോണും കയ്യിൽ പിടിച്ചിട്ട് ചെവിയിൽ വെച്ചിട്ടാണ് കയറി വരുന്നതെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വേറെ വർത്തമാനം പറഞ്ഞ് ചെവിയിൽ ഫോൺ വെച്ചാണ് വാതിൽ തുറക്കുന്നതെങ്കിൽ ആ ഒരു വീട് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മൾ പരസ്പരം പറയുന്നത് നമുക്ക് ചെവി തരാൻ, കേൾക്കാൻ ആളുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഭാര്യ എന്തെങ്കിലും നമ്മളോട് പറയാണ്, ആ സമയത്ത് നമ്മൾ മൊബൈലിൽ മറ്റുള്ളവരോട് സംവദിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ എൻഗേജ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവൾക്ക് നൽകുന്ന അല്ലെങ്കിൽ അവന് നൽകുന്ന അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളൊരാൾ കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് നമ്മൾ മുഴുവനായിട്ട് അവരെ കേൾക്കുകയും അതിന് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കേൾക്കുന്ന ആരെയാണോ കേൾക്കുന്ന അവർക്ക് നമ്മൾ അംഗീകാരം നൽകിയിരുന്നു. അപ്പം അംഗീകാരം ബഹുമാനത്തിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് കേൾവിക്കും അതുപോലെ തന്നെ പരിഗണനക്കൊക്കെ വളരെ പ്രധാനമുണ്ട്. അത് ഏതോ ഒരു ഡിവൈസ് അതിന് നമുക്ക് പ്രശ്നമായിക്കൂടാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുടുംബനാഥൻ എന്ന അർത്ഥത്തിൽ, കുടുംബനാഥ എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കൂടുതൽ പറയാൻ സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന, ഇതൊക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടുകൂടെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ കൺകുളിർമയുള്ള കാര്യങ്ങൾ നൽകാനും അവർക്ക് നേതൃത്വം നൽകാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.